ഹായ്, എൻ്റെ പേര് ഫാദിൽ. ഞാൻ CMA പാർട്ട്ലി ക്വാളിഫൈഡ് ആണ്. CMA പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ എക്സാം എഴുതിയത്. എൻ്റെ എക്സാം ഹാൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എക്സാം രജിസ്ട്രേഷനെ പറ്റി നമുക്ക് ആദ്യം തുടങ്ങാം. രജിസ്ട്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്തു തരും എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അന്വേഷിക്കാം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മളെ പോമെട്രിക് സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ എക്സാം ഹാളിൽ നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ മെയിലായിട്ട് വരും എന്നുള്ളതാണ്. ആ മെയിലിൽ കറക്റ്റ് ടൈമിങ്, എന്തൊക്കെ കൊണ്ട് ചെല്ലണം, എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റിന് എക്സാം ഹാളിൽ പോമെട്രിക് സെൻറ്ററിൽ ചെല്ലുന്നു. അവിടെ ഒരു വെയിറ്റിംഗ് ഹാൾ ഉണ്ടാവും. ആ വെയിറ്റിംഗ് ഹാളിൽ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ വേക്കൻസി വരുന്ന സമയത്ത് വെയിറ്റിംഗ് ഹാളിന് ഉള്ളിലേക്ക് വിളിച്ചു കഴിഞ്ഞ് നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതാൻ തുടങ്ങുന്നു. എക്സാം എഴുതുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം MCQന്റെ 50% കവർ ചെയ്താലാണ് വിൻഡോ ഓപ്പൺ ആവുക എന്നുള്ളത് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി നൽകാനാണ് ഞാൻ ഒന്നാമത് ആഗ്രഹിക്കുന്നത്. അപ്പം MCQന്റെ 50% വരുമ്പം MCQ 100 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 100 ക്വസ്റ്റ്യൻസിനും ഈക്വൽ വെയിറ്റേജ് നൽകിയിട്ട് കറക്റ്റ് 50 ക്വസ്റ്റ്യൻസ് ഓർ മോർ നമ്മൾ കറക്റ്റ് ആക്കുകയാണെങ്കിൽ, കറക്റ്റ് ആൻസർ ചെയ്യുകയാണെങ്കിലാണ് വിൻഡോ ഓപ്പൺ ആവുക. അപ്പോൾ ഇവിടെ വിൻഡോ ഓപ്പൺ ആവാനുള്ള ക്രൈറ്റീരിയ എന്താന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് ഓർ മോർ റെഡി ആക്കി ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വിൻഡോ ഓപ്പൺ ആവും. നമ്മൾ പിന്നെ വിൻഡോ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. MCQയിൽ വെയിറ്റേജ് ഉണ്ട്, വെയിറ്റേജ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വെയിറ്റേജ് ഉണ്ട്. വെയിറ്റേജ് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു, എന്നിട്ട് റിസൾട്ട് വരുന്ന സമയത്താണ് ഒരു വെയിറ്റേജ് അടക്കമുള്ള മാർക്ക്, വെയിറ്റേജ് ഉൾപ്പെടുത്തിയിട്ടുള്ള മാർക്ക് നമ്മുടെ റിസൾട്ടിൽ വരിക. ഓക്കെ, അപ്പം വിൻഡോ അങ്ങനെയാണ് ഓപ്പൺ ആവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിൻഡോയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 2 സെനാരിയോ ഉണ്ടാവും. ഓരോ സെനാരിയോനെ ബേസ് ചെയ്തിട്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സബ് ക്വസ്റ്റ്യൻസ്. ഈ സബ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. 2 ടൈപ്പ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ റേഷ്യോ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ വാട്ട് ഈസ് അല്ലെങ്കിൽ നമുക്ക് സെനാരിയോ വായിക്കാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ചോദ്യം കണ്ടാൽ നമ്മൾ പഠിച്ചതാണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ ആൻസർ ചെയ്താൻ കഴിയും. ഓക്കെ, പിന്നെ മറ്റേത് സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ആ സെനാരിയോ നോക്കിയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എസ്സേക്ക് നമ്മൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എസ്സേയിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ 12 ചോദ്യം 1 മണിക്കൂറിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയും വിചാരിക്കെങ്കിലും ടൈം വളരെ ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ അതിൽ എനിക്ക് മനസ്സിലായത് നമ്മൾ ആദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. നേരെ വിൻഡോ ഓപ്പൺ ആവുക, വ്യൂ സെനാരിയോ വെക്കുക, സെനാരിയോ നെക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരും, ഓരോ ക്വസ്റ്റ്യനും നോക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ അപ്പോൾ ആൻസർ ചെയ്യുക, അടുത്തേക്ക് പോവുക. പ്രോബ്ലം സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് തീർക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എത്രയും ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റും. 2 ക്വസ്റ്റ്യനിലേക്കും അങ്ങോട്ടും മാറ്റി കളിക്കാൻ പറ്റും. MCQയിലും പറ്റും, MCQ ഫുള്ളും പറ്റും. അത് കഴിഞ്ഞ് വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എസ്സേലും അങ്ങോട്ടും മാറ്റി കളിക്കാം. അപ്പം അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ആൻസർ ചെയ്യാം. അത് കഴിഞ്ഞാൽ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി എത്ര ലെങ്ത് വേണം ആൻസർ എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. അതിൽ ഒരു 3-4 പോയിന്റ്സ്, മാക്സിമം 4 പോയിന്റ്സ് മതി. ഞാൻ 3 പോയിന്റ്സ് ആണ് എഴുതിയിരുന്നത്, 4 പോയിന്റ്സ് ആണ് ബെറ്റർ. ഓക്കെ, അപ്പം പിന്നെ മറ്റൊരു കാര്യം, MCQ നമ്മൾ ലാസ്റ്റ് എത്തി ഒരു 2-3 ക്വസ്റ്റ്യൻ വളരെ ഡിഫിക്കൽട്ടാണ്, നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ആ ക്വസ്റ്റ്യന് ഏതെങ്കിലും ഒരു ഓപ്ഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേഗം എസ്സേയിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ ടൈമും കൂടി നമുക്ക് എസ്സേയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാത്തതുണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യനും ഞാൻ ജസ്റ്റ് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, നേരെ വിൻഡോ ഓപ്പൺ ആക്കി. അതുകൊണ്ട് തന്നെ ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ടൈമിൽ വിൻഡോ തീർക്കാൻ കഴിഞ്ഞു, ഫുൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ MCQയിലേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ MCQയിൽ ഡമ്മി ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഡമ്മി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 0 മാർക്ക്ഡ് ക്വസ്റ്റ്യൻസ്. അത് ചെറിയ ക്വസ്റ്റ്യൻ ആവാം, വലിയ ക്വസ്റ്റ്യൻ ആവാം, മാർക്കില്ലാത്ത ക്വസ്റ്റ്യൻ. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാത്ത അല്ലെങ്കിൽ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഒരു കറക്റ്റ് ടൈം വെച്ച് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻ മാക്സിമം 4-5 മിനിറ്റ്സ് അത്ര പറ്റുള്ളൂ. എത്ര വലിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ 4-5 മിനിറ്റ്സ്. എന്നിട്ട് അതിൽ ഫില്ലായില്ലെങ്കിൽ, അതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ടൈമിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക.
ഫ്ലാഗ് ചെയ്യാം. ഫ്ലാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സൈഡിലുണ്ടാവും, അവിടെ ഫ്ലാഗ് ചെയ്യാം. അപ്പോൾ ഒരു റെഡ് ഫ്ലാഗ് വരും, അത് നമുക്ക് പിന്നെ അവിടെ ഇങ്ങനെ കാണാം സൈഡിൽ. അപ്പോൾ ഫ്ലാഗ് ചെയ്ത് ഇങ്ങനെ സൈഡിൽ കാണാം. അപ്പോൾ നമുക്ക് അത് തൊട്ടിട്ട് നമുക്ക് പിന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്ലാഗ് ചെയ്ത് പോകാം. നമുക്ക് കഴിയാത്ത ടൈമിൽ തീർക്കാൻ കഴിയാത്തൊക്കെ ഫ്ലാഗ് ഏതെങ്കിലും തൊടുക, എന്നിട്ട് ഫ്ലാഗ് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക, ഫ്ലാഗ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിലേക്ക് ഫുള്ളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, MCQ ഫുൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വന്നിട്ട് ആ ഫ്ലാഗ് ചെയ്ത കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് MCQൻ്റെത്. പിന്നെ എസ്സേൻ്റെത് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എക്സാം കഴിയുന്നുള്ളതാണ്. പിന്നെ ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പം MCQ കഴിഞ്ഞ് എസ്സേ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടൺ നോക്കിയാലാണ് ക്വസ്റ്റ്യൻ വരിക, വ്യൂ സെനാരിയോ. അപ്പം അത് നമുക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ ടെൻസ്ഡ് ആയിട്ട് നമുക്ക് കണ്ണൊക്കെ ബ്ലറാവും. അപ്പം എനിക്ക് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തപ്പം അവിടുത്തെ ഇൻവിജിലേറ്റർ വന്നു പറഞ്ഞു. അപ്പോൾ നേരെ മുന്നിൽ തന്നെ ഉള്ള ഒരു ബട്ടൺ ആയിരുന്നു. അപ്പം നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക എന്നുള്ളതാണ്. എൻ്റെ എക്സാം ഹാളിൽ 2 ആൾക്കാർ എക്സ്പീരിയൻസ് എന്താ പറഞ്ഞാൽ, ഒരാൾ അവിടെ സൈഡിൽ ടൈം കുറഞ്ഞു വരുന്നത് കാണിക്കും. അപ്പം അവിടെ ക്ലിക്ക് ചെയ്തപ്പം ഫുൾ MCQൻ്റെയും എസ്സേൻ്റെയും അടക്കമുള്ള ടൈമാണ് അവിടെ കാണിച്ചത്. ഓൾ MCQ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൾ വിചാരിച്ചു കുറേ ടൈം ഉണ്ടല്ലോ, എഴുതി തീർക്കാം, ഇഷ്ടംപോലെ ടൈം ഉണ്ട് എന്ന് കരുതി മെല്ലെ ആൻസർ ചെയ്തു MCQ. ലാസ്റ്റിലേക്ക് എത്തിയപ്പം അത് ചുരുങ്ങി MCQൻ്റെ മാത്രം ടൈമിലേക്ക് വന്നപ്പോഴാണ് അവൾക്ക് ടൈം കഴിയാനായിക്കണം എന്നുള്ള മനസ്സിലായത്. അപ്പോൾ പെട്ടെന്ന് എഴുതി തീർത്ത് ലാസ്റ്റിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ മറ്റൊരു കുട്ടീൻ്റെ അത് ഇതേപോലെ എസ്സേ വിൻഡോ കഴിഞ്ഞു, MCQൻ്റെ ആ 100 MCQs കഴിഞ്ഞു, എസ്സേ വിൻഡോ ഓപ്പൺ ആയി എന്നുള്ളത് അവനക്ക് മനസ്സിലായില്ല. അവന് നേരെ അടുത്ത ബട്ടൺ നോക്കി ഫിനിഷ് ആയിപ്പോയി. അവനെന്താ ഉദ്ദേശിച്ചതെന്ന് കറക്റ്റ് അറിയില്ല. പറഞ്ഞു കേട്ടത് അവന് റിട്ടേൺ MCQ കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് കരുതിയിട്ട് നിൽക്കിയതായിരുന്നു. പക്ഷെ അത് ഫിനിഷ് ആയിപ്പോയി. അപ്പോൾ അങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹാൻഡ് റേസ് ചെയ്യുക എന്നുള്ളതാണ്. ആ റിസ്ക് നമ്മൾ എടുക്കാൻ നിൽക്കരുത്. പിന്നെ ടൈം മാനേജ്മെൻ്റ് ആണ് അടുത്ത ഇമ്പോർട്ടൻസ്. പിന്നെ എൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തിയറിയാണ് കൂടുതൽ വന്നത്, എത്തിക്സ് എന്ന് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ഭാഗത്തുനിന്നും മിക്സ് ആയിട്ടാണ് ചോദിച്ചത്. എസ്സേക്ക് NPV ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ എന്ന് ചോദിച്ചിരിക്കുന്നത്, CVP എന്ന് ചോദിച്ചിരിക്കുന്നത്, മാർജിനൽ എന്ന് ചോദിച്ചിരിക്കുന്നത്, മിക്സ് ആയിട്ട് തന്നെ ചോദിച്ചത്. അപ്പം പിന്നെ എനിക്ക് MCQയിൽ NPV ചോദിച്ചിരിക്കുന്നത്, എസ്സേയിലും NPV ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എസ്സേന് എത്ര ടൈം മാറ്റി വെക്കണം എന്നുള്ളതാണ്. അപ്പം എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിലായത് ലാസ്റ്റ് ഒരു 2 days എക്സാമിൻ്റെ ബിഫോർ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള 2-3 days എസ്സേക്ക് മാറ്റി വെച്ചിട്ട് ആ കംപ്ലീറ്റ് 2-3 days നമ്മൾ എസ്സേക്ക് കംപ്ലീറ്റ് ഫോക്കസ് എടുത്തിട്ട് പരമാവധി എസ്സേ കളക്ട് ചെയ്യുക എല്ലാ ഭാഗത്തുനിന്നും. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ എസ്സേ കളക്ട് ചെയ്തിട്ട് എല്ലാ എസ്സേയും പഠിക്കേണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്കിലും മനസ്സിലാക്കി വെച്ച് പോയാൽ നമുക്ക് പിന്നെ കാണുന്ന സമയത്ത് എസ്സേ പെട്ടെന്ന് ഒരു പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പേടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആണോ അത്രത്തോളം എക്സാം ആൻസർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം നമ്മൾ ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ വെപ്രാളത്തിൽ ചെയ്യുമ്പം നമുക്ക് കൂട്ടത്തിൽ ടെൻഷനും കൂടി ആണെങ്കിൽ നമുക്ക് തീരെ നമ്മൾ ചെയ്യണത് ചിലപ്പോൾ തെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ലാസ്റ്റ് ഡേ ഒന്ന് ഫുൾ സ്റ്റഡീസൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഇഷ്ടമുള്ള ഹോബീസൊക്കെ ചെയ്യാൻ നോക്കുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഒന്ന് ഔട്ടിങ്ങിന് പോവുക ഒക്കെ നല്ലതാണ്. പിറ്റേന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് പോകാൻ ഒരു ബെറ്റർ ഓപ്ഷനാണ് അതൊക്കെ. അത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ എൻ്റെ എക്സാമിന് മുന്നേ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ എക്സാം എക്സ്പീരിയൻസ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഞാൻ ഇനിയും വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ CMA പാർട്ട് 2 ഏതെങ്കിലും ഒരു പൊസിഷൻ ട്യൂഷനായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ പൊസിഷൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.